വെൽക്കം ടു മൂവി ട്രിപ്പ്. അപ്പോ രാജ്നിധി മുരു, അതായത് രാജാൻ ഡി കെയിലെ രാജ്നിധി മുരു കഥ എഴുതി നന്ദിനി റെഡ്ഡി ഡയറക്ട് ചെയ്തിട്ടുള്ള സമന്ത നായികയായിട്ടുള്ള മാ ഇന്റി ബംഗാരം പടം OTT റിലീസ് ആയിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സിനിമ വന്നിട്ടുള്ളത്. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. പടം അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ 100 കോഴ്സ് അറൗണ്ട് ആണ് സിനിമ അവര് അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇത് അറ്റ് പ്രസന്റിൽ വെച്ചിട്ട് ഒരു വുമൺ സെൻട്രിക് ആയിട്ടുള്ള വന്ന പടത്തില് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന പടം മൈൻഡി ബംഗാരമാണ്. അപ്പോ പടത്തിന്റെ ഒരു സിനോപ്സിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു വലിയ കുടുംബത്തിലെ മൂത്ത മകനായിട്ടുള്ള പയ്യൻ ഈ കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ, എന്താ പറയാ, ആൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിൽ നിൽക്കാതെ നാട് വിട്ട് പോവുകയാണ്. അവിടെ നിന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം ആള് പെങ്ങളുടെ കല്യാണത്തിനായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാണ്. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താന്ന് വെച്ചാൽ കൂടെ ഭാര്യയുണ്ട്. അവിടെ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അപ്പൊ ഈ വീട്ടുകാരുടെ സമ്മതം അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോ ഭാര്യയും ഈ മകൻ ഭർത്താവ്, അതായത് ഇവര് രണ്ടുപേരും, മകനും മകന്റെ ഭാര്യയും വരികയാണ് പെങ്ങളുടെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അച്ഛൻ അവിടെ അത്യാവശ്യം, അതായത് ഈ ഗ്രാമത്തിലെ ഈ പയ്യന്റെ അച്ഛൻ അത്യാവശ്യം അവിടുത്തെ ഒരു പ്രമാണി പോലെയാണ്. കാരണം ആള് അവിടുത്തെ യൂണിയന്റെ, അതായത് നമ്മുടെ ഇലക്ഷന്റെ കാര്യങ്ങളും അവിടുത്തെ പാർട്ടിയുടെ ഒരു മെയിൻ പ്രസിഡന്റോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങേര് അത്യാവശ്യം, എന്താ പറയാ, മകനോട് സംസാരമൊന്നും ഇല്ലാതെ നിൽക്കുന്നതാണ്. അപ്പൊ അവരുടെ ഇടയിലേക്ക്, അതായത് അച്ഛൻ എന്തായിരിക്കും പറയാന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഇങ്ങനെ പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞു അറ്റൻഡ് ചെയ്തിട്ട് പോവാം എന്നൊരു ഓപ്ഷനിൽ ആണ് ഇവര് നാട്ടിലേക്ക് വരുന്നത്. പക്ഷെ നാട്ടിൽ വന്ന ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ മരുമകൾക്ക് ഒന്നും അങ്ങനെ, എന്താ പറയാ, ഒരു കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇത് എന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് ആള് ഒരു അനാഥയാണ്. ഈ മരുമകളായിട്ട് വരുന്ന സമന്തിയാണ്. മരുമകൾ അനാഥയാണ്. അനാഥാശ്രമത്തിൽ വളർന്ന് പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബം എങ്ങനെയാണ്, ഒരു കുടുംബത്തിലേക്ക് അവരുടെ രീതി ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ്, അതൊന്നും അറിയാതെയാണ് ആള് വരുന്നത്. അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് ശ്രമിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് സമന്തയ്ക്ക് ഒരു പാസ്റ്റ് ഉണ്ട്. ഈ പാസ്റ്റ് വീണ്ടും, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുടെ പഴയ കാലമുണ്ട്. അതായത് ഈ പയ്യനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ പുള്ളിക്കാരി എന്തായിരുന്നു, എന്ത് ചെയ്തുകൊണ്ടിരുന്നു, അതിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഈ പ്രശ്നങ്ങളുടെ ബാക്കി പത്രമായിട്ട്, അതായത് കുറച്ച് പ്രോബ്ലംസ് ആളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു ബാക്കി പത്രമായിട്ട് ഇതിന്റെ ഈ ബാക്കി പ്രശ്നങ്ങൾ മൊത്തം തിരിച്ച് ഈ ഇവരുടെ ഗ്രാമത്തിലേക്ക് വരികയാണ്. ആളെ ഫോളോ ചെയ്തിട്ട്, ആക്ച്വലി സമന്തനെ ഫോളോ ചെയ്തിട്ട് വരുന്നതാണ്. പിന്നീട് എന്തൊക്കെ ഉണ്ടാവുന്നു, എങ്ങനെ ഈ കുടുംബത്തിനെ സമന്തയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഈ, എന്താ പറയാ, അതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഈ ഗ്രാമത്തിൽ തന്നെ ഈ അച്ഛന്റെ പേരിൽ തന്നെ കുറെ പാർട്ടി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താവും, പിന്നീട് എങ്ങനെ ഇവരുടെ ഒരു സർവൈവൽ എന്തായിരിക്കും, അതാണ് മെയിൻലി സിനിമയിൽ കാണിക്കുന്നത്. ഒരു വൺ ടൈം ഗുഡ് വാച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സിനിമ മെയിനായിട്ട് സമന്തയുടെ ആക്ഷൻ സീക്വൻസുകളാണ്. അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് അവരതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒരു പരിധിവരെ അടിപൊളിയായിരുന്നു. കാരണം ഓൾറെഡി ഈ രാജൻ ഡി കെയുടെ സിറ്റാഡൽ ഹണി ബണി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ സമന്ത അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഫാമിലി മാനിൽ വില്ലത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി ഈ സിനിമയ്ക്ക് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ട് ഒരു കുടുംബിനിയായിട്ട് പിന്നീട് ഒരു ആക്ഷൻ സെറ്റപ്പിലോട്ട് വരുന്നതും, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. പക്ഷെ ആ റീസൺ അങ്ങനെ വലിയ റീസൺ ഒന്നുമല്ല, ചെറിയൊരു ഇഷ്യൂ ആണ്. സ്റ്റോറി വൈസ് നോക്കിയാലും വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. ആക്ച്വലി ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ള പടമൊന്നുമല്ല. ഇതൊരു ജസ്റ്റ് നല്ലൊരു OTT വാച്ചാണ്. ആക്ച്വലി നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന്, കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഗംഭീര ഒരു OTT വാച്ചായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് മെയിൻ ഘടകം എന്ന് പറയുന്നത്, ഒന്നാമത് ഡയറക്ഷൻ, നന്ദിനി റെഡ്ഡിയുടെ ഡയറക്ഷനാണ്. പിന്നെ ഏറ്റവും, എന്താ പറയാ, ഏറ്റവും ഭംഗിയായിട്ട് വന്നത് ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു പടത്തിന്റെ. എഡിറ്റിങ്ങും പിന്നെ ക്യാമറ വർക്കും, ഇത് രണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനേക്കാൾ ഉപരി സന്തോഷ് നാരായണന്റെ ഒരു മ്യൂസിക് ഭയങ്കരമായിട്ട് ഈ സിനിമേനെ എലവേറ്റ് ചെയ്ത്, അതായത് ആ ഹൈപ്പ് കൂട്ടാനും, ഒരു ചെറിയ ചെറിയ ട്രാൻസിഷൻസ് ഒക്കെ ഉണ്ട് ആളുടെ. സമന്തയുടെ ട്രാൻസിഷൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചിങ് ഉണ്ട്. പിന്നെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു
നമുക്കൊരു ഫീല് വരും തുടങ്ങാൻ പോവാണെന്നുള്ളത്. അതൊക്കെ സന്തോഷ് നാരായണന്റെ ഒരു മ്യൂസിക് വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് OTT അത്യാവശ്യം നല്ലൊരു എന്താ പറയാ ഒരു 3.1 ഒക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇവൻ ഫോണിൽ കാണുന്നവർക്കാണെങ്കിൽ തന്നെ ഒരു നല്ലൊരു ഹെഡ്സെറ്റ് ഒക്കെ ക്വാളിറ്റി ഉള്ള ഹെഡ്സെറ്റ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആണ്. മ്യൂസിക്കലി ഭയങ്കര രസമാണ്. പാട്ടുകളല്ല ഞാൻ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് മെയിൻലി ഈ പടത്തിൽ എടുത്തു നിൽക്കുന്നത്. പിന്നെ ഗുൽഷൻ ദേവയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടത്തില് ഈ ആന്റഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്, വില്ലനായിട്ടോ. ആളൊരു രക്ഷയില്ല, ഗംഭീര അഭിനയമായിരുന്നു, സൂപ്പറായിരുന്നു പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റൈലും അങ്ങനെ എല്ലാം കൊണ്ടും. ഇതിനകത്ത് ഈ സമന്തയുടെ ഭർത്താവായിട്ട് വരുന്നത് ദിഗന്ത് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറാണ്, ദിഗന്ത്. അപ്പം ആൾക്കും അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല. മെയിനായിട്ട് ഈ ഗുൽഷൻ ദേവയ്യ സമന്ത ഒരു പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് മെയിനായിട്ട് സിനിമയിൽ കാണിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് വെച്ചാൽ ഈ സിനിമയെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അങ്ങനെ ഭയങ്കര വലിയൊരു സിനിമയൊന്നുമല്ല, ഒരു ചെറിയൊരു നല്ലൊരു സൺഡേ OTT വാച്ച്, അത്രയും പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പടം ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്, അപ്പോൾ പടം കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഫാമിലി എന്റർടൈനർ ആയിട്ട് നമുക്കൊരു നൈസായിട്ട് കാണാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ ആയതുകൊണ്ട് ഇവരെല്ലാ ഭാഷയിലും ഈ പടത്തിന് വോയിസ് ഉണ്ട്. മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക്, ആക്ച്വലി തെലുങ്ക് വേർഡാണ്. എല്ലാ ഭാഷയിലും ഇവര് OTT ഡബ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഷയിലും സിനിമ കാണാം. അതുകൊണ്ട് അത് ഈ പല ഭാഷകളും ഞാനൊന്ന് ഇട്ട് നോക്കി, ഓഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ഒക്കെ ചെയ്ത് നോക്കി. നമുക്ക് ഒന്നിലും ഒരു തപ്പലോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര നീറ്റായിട്ടാണ് അവര് മറ്റേ എന്താ പറയാ ഡബിങ് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. അപ്പോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതായിരുന്നു അപ്പോൾ മായിൻറ്റി ബംഗാരം എന്ന സിനിമയുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് സിനിമ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.